കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിധിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിധിയെ ബേസ് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള അടുത്തൊരു വിധിയാണ്. അത് നമുക്കൊന്ന് നോക്കാം. വിധി ഇങ്ങനെയാണ്: ഏണിംഗ് വൈഫ് സ്റ്റിൽ എൻടൈറ്റിൽഡ് ടു മെയിൻ്റനൻസ് ഫ്രം ഹസ്ബൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും മെയിൻ്റനൻസ് മേടിക്കുവാനായിട്ട് ഭാര്യയ്ക്ക് അർഹതയുണ്ട്. കണ്ടീഷൻസ് ഇങ്ങനെയാണ്: ഭർത്താവിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഭാര്യയുടെ വരുമാനത്തിനേക്കാളും ഹെവി ആവണം, കൂടുതലാവണം. രണ്ടാൾക്കും തുല്യമാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും കിട്ടിയെന്ന് വരില്ല. ഹെവി ആണ് എന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ആ സോഷ്യൽ സ്റ്റാറ്റസിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ഭാര്യയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും BNSS 144 പ്രകാരം മേടിക്കുവാനായിട്ട് സാധിക്കും. കോടതി പറയുന്ന മറ്റു പോയിന്റ്സ് നമുക്ക് നോക്കാം. While holding that merely because the wife is earning, she cannot be deprived of support from her husband at the same standard of living. A same standard of living to which she was accustomed in her matrimonial home എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഭാര്യ ഏത് തരത്തിലുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആണോ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നത് അല്ലെങ്കിൽ ജീവിച്ച് പോന്നിരുന്നത്, അതേ സോഷ്യൽ സ്റ്റാറ്റസ് തന്നെ വിവാഹമോചനത്തിന് ശേഷവും ഭാര്യയ്ക്ക് എന്തുണ്ട്? അർഹതയുണ്ട്. അപ്പോൾ വിവാഹമോചനത്തിന് ശേഷം ഭാര്യയ്ക്ക് ജോലി ഉണ്ടായി എന്നുള്ളത് ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് കോടതിയിൽ ചോദിക്കുവാനുള്ള അവകാശത്തെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഭാര്യയ്ക്ക് തീർച്ചയായും മെയിൻ്റനൻസിന് വേണ്ടി കേസ് ഫയൽ ചെയ്യാം എന്ന് തന്നെയാണ് പറയുന്നത്. സോ the High Court dismissed an appeal by a husband challenging a family court order എന്നാണ് പറയുന്നത്. കൂടാതെ ദ ബെഞ്ച് ഓഫ് ജസ്റ്റിസ് പേര് പറയുന്നുണ്ട് വാസ് ഹിയറിംഗ് ആൻ അപ്പീൽ ഫയൽഡ് ബൈ എ 36-year-old വൈഫിൻ്റെ പേര് പറയുന്നു. ആൻഡ് ദ ഫാമിലി കോർട്ട് ഹാഡ് പാസ്ഡ് ആൻ ഓർഡർ ഗ്രാൻഡിംഗ് മെയിൻ്റനൻസ് ഓഫ് ₹15,000 per month to the wife until the disposal of the petition എന്നാണ് പറയുന്നത്. അപ്പോൾ കുടുംബ കോടതി 15,000 രൂപ ഡിവോഴ്സിന് ശേഷം ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് വിധിച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തോളാം തന്നെയാണ് ആര് പറയണത്? നമ്മുടെ ഭർത്താവിനോട് ഹൈക്കോടതി പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷെ കഥ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് മെയിൻ്റനൻസ് കൊടുക്കാതെ ഈ കേസ് അവസാനിപ്പിക്കാനായിട്ട് പറ്റും. അത് വേറൊരു സെക്ഷനാണ്. ഓപ്പണായിട്ട് നമ്മൾ യൂട്യൂബ് വഴി അത് പറയുന്നില്ല കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോൺടാക്ട് ചെയ്യുന്നത് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.